നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ചെറിയൊരു ഫീച്ചർ, അതായത് നമ്മൾക്ക് വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്യുന്ന ആളുകളാണ്. കാരണം നമുക്ക് ഓരോ ചാറ്റ് മെസ്സേജുകളും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചാറ്റ് മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നമ്മൾ ചാറ്റ്സ് ഒരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണും. ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുകൾ ഏതാണെങ്കിൽ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ഫ്രീക്വൻസി എന്നുള്ളിടത്ത് നെവർ എന്നുള്ളതിൽ മാറ്റി ഡെയിലി എന്നാക്കി കഴിഞ്ഞാൽ ബാക്കപ്പ് എന്നുള്ള ഈ ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്ത് ഒരു തവണ ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി 2 മണിയാകുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ചെയ്യപ്പെടും. ഇങ്ങനെ ബാക്കപ്പ് ചെയ്ത മെസ്സേജുകൾ നമുക്ക് ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ മാറ്റുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ചാറ്റ് മെസ്സേജുകൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ലോഗൗട്ട് ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്യുമ്പം അവിടെ റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാ മെസ്സേജും തിരിച്ചെടുക്കാൻ സാധിക്കും. അത് വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ചാറ്റ് മെസ്സേജുകളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഇതിനകത്തുള്ളൊരു ടിപ്സാണ് നമ്മൾ പരിശോധിക്കുന്നത്. അധികം ആളുകൾക്കും ഇതിന് ഒരുപാട് ഇൻ്റർനെറ്റ് ആവശ്യം വരാറുണ്ട്. അതായത് നമ്മൾ ചാറ്റ് ബാക്കപ്പ് ചെയ്യുമ്പോൾ ഫോട്ടോസും വീഡിയോസും ചാറ്റ് മെസ്സേജുകളൊക്കെ നമുക്ക് ഒരുപാട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ രാത്രി 2 മണിക്ക് ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എണീൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 1.5 GB അല്ലെങ്കിൽ 2 GB ഡാറ്റ പെട്ടെന്ന് തീർന്നിട്ടുണ്ടാകും. അപ്പോൾ അതിനൊരു പരിഹാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ബാക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫ്രീക്വൻസി എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം വീക്കിലി എന്ന് നിങ്ങളാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച വരെയുള്ള മുഴുവൻ മെസ്സേജും ഒറ്റ തവണ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യപ്പെടും. ഇവിടെ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് ഇവിടെ ഫ്രീക്വൻസി എന്നുള്ളിടത്ത് നമ്മൾ ഡെയിലിയോ നെവറോ ആണെങ്കിൽ അത് വീക്കിലി എന്നിടത്തേക്ക് മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ എല്ലാ മെസ്സേജും നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഡാറ്റ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കൊടുത്താൽ മതി, എല്ലാ ദിവസവും ഡാറ്റ തീർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി ഇതിനേക്കാളും മികച്ചൊരു ഫീച്ചർ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇൻക്ലൂഡ് വീഡിയോ ബാക്കപ്പ് യൂസിങ് സെല്ലുലർ എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ 2 ഓപ്ഷനിൽ ഒന്നാമത്തത് ഇൻക്ലൂഡ് വീഡിയോ എന്നുള്ളതാണ്. ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ചു തരുന്ന വീഡിയോസും ബാക്കപ്പ് ചെയ്യണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഇതുപോലെ ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ് ഉപകാരം. കാരണം നമ്മൾ പലപ്പോഴും സുഹൃത്തുക്കളുമായി ചാറ്റ് ചെയ്ത മെസ്സേജുകളായിരിക്കും നമുക്ക് ബാക്കപ്പ് ചെയ്യാനുണ്ടാകുക, വീഡിയോസിൻ്റെ ആവശ്യമുണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഇൻക്ലൂഡ് വീഡിയോ എന്നുള്ളത് ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുത്താൽ വീഡിയോസുകൾ ബാക്കപ്പ് ആകില്ല. നിങ്ങൾക്ക് വരുന്ന ചാറ്റ് മെസ്സേജുകളും ഫോട്ടോസും ഓഡിയോസും മാത്രമേ ബാക്കപ്പ് ആകുള്ളൂ. വീഡിയോസുകളൊക്കെ വളരെ വലിയ വീഡിയോസുകളായിരിക്കും, അത് ബാക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് ഇൻക്ലൂഡ് വീഡിയോ എന്നുള്ളത് ഇതുപോലെ ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് ഡാറ്റ ഒരുപാട് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ബാക്കപ്പ് യൂസിങ് സെല്ലുലർ എന്നുള്ളതാണ്. ഇത് പലപ്പോഴും പല ആളുകളുടേതും ഇതുപോലെ ഓൺ ആയിരിക്കും. നിങ്ങൾ വൈഫൈ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് തീർന്നു പോകും. ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ വൈഫൈയിൽ വരുന്ന സമയത്ത് വൈഫൈയിൽ നിങ്ങളുടെ മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങളെ ബാക്കപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഫീച്ചറാണ്. അപ്പോൾ ഇത് ഓൺ ആണെങ്കിൽ ഇതും ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ 3 സെറ്റിങ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടെങ്കിൽ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.